നമസ്കാരം. സുവാണിയിലേക്ക് സ്വാഗതം. നമ്മളീ സംസാരിക്കുമ്പോൾ ഒരു ഭരണാധികാരി കൊല്ലപ്പെട്ടിരിക്കുന്നു, വധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കുടുംബവും അവരുടെ സേനാധിപതികളെല്ലാം കൂടി 10-40 പേർ മരിച്ചു. ബങ്കറിൽ പോയി ഒളിച്ചിരിക്കാൻ പറ്റുന്നവരാണ് അവർ, അങ്ങനെ ചെയ്യുന്നവരാണ്. എന്നിട്ട് അതിനെപ്പോലും പൊളിച്ചുകൊണ്ട് ഇസ്രായേലിലെ മൊസാദും അമേരിക്കയിലെ CIA ചാരന്മാരും കൃത്യമായി സാറ്റലൈറ്റിൻ്റെയും AI സഹായത്താൽ, അപ്പോൾ ചരിത്രത്തിലാദ്യമായി AI മാനവരാശിക്ക് ദോഷമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിധി വൈപരീത്യം. ഏതൊരു സാങ്കേതികവിദ്യ കണ്ടുപിടിക്കുമ്പോഴും, ആറ്റം ബോംബ് കണ്ടുപിടിച്ചപ്പോൾ അത് നാഗസാക്കിയിലും ഹിരോഷിമയിലും പരീക്ഷിക്കാനായിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇന്നും നാഗസാക്കിയുടെയും ഹിരോഷിമയുടെയും, ജപ്പാൻ്റെ നാഗസാക്കിയും ഹിരോഷിമയും ചാരമാക്കി, പിന്നെ അവർ ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോൾ ഉയർത്തെഴുന്നേറ്റിട്ടാണ് അവർ ലോകത്ത് മുന്നോട്ട് വന്നത്. വലിയ രാജ്യമായവർ. പിന്നെ അതിനെയൊക്കെ വ്യത്യസ്തമായി വളരെ വലിയ തോതിലുള്ള കാഴ്ചപ്പാടോടുകൂടി ലോകമാകെ വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും മതത്തിൻ്റെ പേരിലാന്ന് നമുക്ക് സമ്പൂർണ്ണമായി പറയാനും പറ്റുന്നില്ല. കാരണം അറേബ്യൻ രാജ്യങ്ങൾ, അത് UAE ആവട്ടെ, UAEയിൽപ്പെട്ട ദുബായ് ആവട്ടെ, അബുദാബി ആവട്ടെ, റാസൽ ഖൈമ, അതുപോലെ തന്നെ അതിന് പുറത്തുള്ള ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളൊക്കെ ഇറാനെതിരാണ്. ഇറാൻ മുസ്ലിം രാജ്യമാണല്ലോ, പക്ഷേ അതിനകത്ത് സുന്നി ഷിയ വകതിരിവുണ്ട്. അത് ശരിയാണ്, മുസ്ലിംസിനകത്തുള്ള സുന്നി ഷിയ വകതിരിവുണ്ട്. എങ്കിൽ പോലും ഒരു നബിയിൽ വിശ്വസിക്കുന്നവരല്ലേ. ചെറിയ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഈ വ്യത്യാസത്തിൽ നിന്നുകൊണ്ടും യുദ്ധത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇറാൻ ചെയ്തു കൂട്ടി, ഇറാനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇറാൻ ചെയ്തു കൂട്ടിയത് ഇസ്ലാമിക രാഷ്ട്രമെന്നൊക്കെ പറഞ്ഞ് ആ പശ്ചിമേഷ്യൻ മേഖലയിലുള്ള എല്ലാ അസന്തുലിതാവസ്ഥയുടെയും എല്ലാ സംഘർഷത്തിൻ്റെയും മൂർത്തിഭാവമായി ഒരു ഭരണാധികാരി വരുന്നു ഇറാനിലെ. അദ്ദേഹം കൊല്ലപ്പെടുന്നു. വളരെ വളരെ വൈകൃതമുള്ള കാര്യങ്ങളാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മാനവരാശിയുടെ സനാതനധർമ്മത്തിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയൊക്കെ പ്രത്യേകത. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി. ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി യുദ്ധമൊക്കെ ചെയ്യാം, നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇവിടെ യാതൊരു നൈതികതയുമില്ലാതെ യൂഫ്രട്ടീസ് ടൈഗ്രീസിലെ നദിയിലെ വെള്ളം കണ്ടുകൊണ്ടും, എണ്ണയെ കണ്ടുകൊണ്ടും, ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കണ്ടുകൊണ്ടും, മുസ്ലിം മത തീവ്രവാദം അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ആ മതത്തിൻ്റെ വല്ലാത്തൊരു ഭീകരത്വം മനുഷ്യ ജീവിതത്തിൽ ഈ നൂറ്റാണ്ടിലും 700 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു തത്വസംഹിതയിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ വാച്യാർത്ഥത്തിലെടുത്ത് ഇപ്പോഴും അത് അതേപടി ചെയ്തില്ലെങ്കിൽ, ആരെങ്കിലും ഒന്ന് ഉച്ഛ്വാസവായു കൂടുതൽ വിട്ടാൽ, അല്ലെങ്കിൽ കൂടുതൽ ശ്വാസമെടുത്താൽ, നല്ല വസ്ത്രം ധരിച്ചാൽ, നല്ല ഭക്ഷണം കഴിച്ചാൽ, ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയാൽ, ഒരു സിനിമ കണ്ടാൽ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, ആനന്ദത്തിനും സന്തോഷത്തിനും ചെയ്താൽ, അതിനെല്ലാം മതത്തിൻ്റെ അടയാളത്തിൽപ്പെടുത്തി ആ സമൂഹത്തെ കൊലവിളിക്കുന്ന, അവരെ ബന്ദികളാക്കുന്ന പുതിയ കാലത്ത് ഇതൊന്നും ആരും അംഗീകരിക്കുകയില്ല. മതവിമോചനത്തിൻ്റെ കാലമാണിപ്പോൾ. AI കാലത്താണ് നമ്മൾ താമസിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ. ഞാൻ പറഞ്ഞല്ലോ, നിർഭാഗ്യവശാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യമായി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികവിദ്യയായി മാറി എന്നുള്ളതും AI കറുത്ത അധ്യായമാണ്. ഇനി ഈ സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ ലോകത്തിലേത് രാജ്യത്തെയും ഏത് ബങ്കറിൽ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്ക് ഈ സാങ്കേതികവിദ്യയും മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു വശത്ത് യാതൊരു നൈതികതയുമില്ലാത്ത യുദ്ധതന്ത്രങ്ങൾ, ബന്ധുക്കളായിരുന്ന ഇറാനും ഇസ്രായേലും, ബന്ധുവെന്ന് പറഞ്ഞാൽ നല്ല സൗഹൃദമുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങൾ, രണ്ട് മതവിഭാഗങ്ങളാണെങ്കിലും രണ്ട് രാജ്യങ്ങൾ, അവർ ഇപ്പോൾ തമ്മിൽ പിണങ്ങി. 79 മുതൽ അവർ തമ്മിൽ പിണങ്ങി. അപ്പോൾ ഇത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ചില വ്യക്തികളാണ്, ഭരണാധികാരികളായി വരുന്ന ചില വ്യക്തികളുടെ മനോനിലയിലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും മാനസിക പ്രശ്നങ്ങളുമാണ് ഒരു രാജ്യത്തെയും ഒരു ലോകത്തിൻ്റെയും ലോക സിദ്ധാന്തത്തെയും നിശ്ചയിക്കുന്നത്.
നിങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ പഠിക്കണം. വളരെ കൃത്യമായി അദ്ദേഹം യുദ്ധത്തിനെതിരെ ഒരു വശത്ത് പറയുകയും മറുവശത്ത് കൃത്യമായി യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ട മനസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹം. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വളരെ ഭ്രാന്തനാണെന്ന് നമുക്ക് തോന്നും. ആറ് വഷള തീരുമാനങ്ങൾ എടുക്കും, രാജ്യങ്ങളെ പുറത്ത് ഉപരോധം ഏർപ്പെടുത്തും. ഇതെല്ലാം കൃത്യമായി ഒരു സ്പിരിച്വാലിറ്റിയുടെ കുറവാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാര്യം അവരെ കൊല്ലുന്നതും അവരെ സമൂഹങ്ങളെ ഇല്ലാതാക്കുന്നതും എന്തിനു വേണ്ടിയായാലും, അവരുടെ സമ്പത്ത് കണ്ടുകൊണ്ടാകട്ടെ, സ്വത്ത് കണ്ടുകൊണ്ടാകട്ടെ, അവിടെ അധികാരം പിടിച്ചെടുക്കാനാകട്ടെ, എന്തിൻ്റെ പേരിലായാലും ഈ ചെയ്ത് കൂട്ടുന്നതിൻ്റെ പാപഭാരങ്ങൾ എവിടെയാണ് മനുഷ്യർ കൊണ്ടുവെക്കുക? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് വന്ന് ലോകരാജ്യങ്ങളുടെ പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ അസംതൃപ്തിയുടെയും അസ്വസ്ഥതയുടെയും അശാന്തിയുടെയും നാളുകൾ സമ്മാനിക്കുകയാണ്. ഇപ്പുറത്തൊരു മുസ്ലിം തീവ്രവാദം പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുകയാണ്. എത്ര കുട്ടികളാണ് ഇറാനിൽ? 75ഓളം കുട്ടികളാണ് മരിച്ചത്. 100-200ഓളം ആളുകളാണ് ഇസ്രായേലിൽ മരിച്ചത്. ഇവർ നിർത്തിയോ എന്നിട്ട് സംഘർഷം? ഇനിയും 3 ആഴ്ച തുടരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. വല്ലത ബാലൻസ് കാണുമോ? എല്ലാവരും തളരുന്നില്ല. ഇപ്പോൾ ഹമാസ് എവിടെ പോയി? ഹൂതികൾ എവിടെയാണ്? ഹിസ്ബുള്ള എവിടെയാണ്? ഇനി അവർക്ക് ആരാണ് സാമ്പത്തിക സഹായം കൊടുക്കുക? അപ്പോൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക, മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ ഏത് മതത്തിൽ പറഞ്ഞിരിക്കുന്നു? ഏത് നബി പറഞ്ഞതാണ്? ഏത് അള്ളാഹു പറഞ്ഞതാണ്? ഏത് യേശുദേവൻ പറഞ്ഞതാണ്? നബി മുത്തു തിരുമേനി എന്നല്ലേ ശ്രീധര ഗുരുദേവൻ വിളിച്ചത്? ആ ഗുരുദേവൻ അല്ല തിരുമേനി ഇങ്ങനെ പറഞ്ഞോ? നിങ്ങൾ തമ്മിലടിച്ച് തലയ്ക്ക് വെട്ടി സ്വന്തം ജാതിക്കാരെയും സ്വന്തം മതക്കാരെ ഉൾപ്പെടെ അധികാരത്തിൻ്റെയും എണ്ണയുടെയും പണത്തിൻ്റെയും പേരിൽ പരസ്പരം വെട്ടിയും കൊന്നും കൊല വിളിച്ചുമൊക്കെ പോകണമെന്ന് ഏത് തത്വസംഹിതയിലാണ് പറയുന്നത്? അങ്ങനെ ഏതെങ്കിലും തത്വസംഹിതയിൽ പറയുന്നുണ്ടെങ്കിൽ ആ തത്വസംഹിത മാനവരാശിക്ക് ആവശ്യമുണ്ടോ എന്ന ചോദ്യവും നമ്മൾ പുതിയ സ്പിരിച്വൽ ലൈനിൽ ചിന്തിക്കുമ്പോൾ ആവശ്യം വേണ്ടി വരും. അപ്പോൾ കൃത്യമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. മാനവ സമൂഹം ഒരുപാട് പുരോഗമിച്ചു. മനുഷ്യർ വിദേശത്തും ആകാശത്തിലും ശൂന്യാകാശത്തിലും ബഹിരാകാശത്തുമൊക്കെ സഞ്ചരിച്ചു. സുനിത വില്യംസ് പറഞ്ഞ പോലെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ മതിലുകളില്ല, ഇതുപോലത്തെ ചുവരുകളില്ല, ഒരൊറ്റ ഭൂമിയാണ്. അവിടെ മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, സമ്പന്നനില്ല, ദരിദ്രനില്ല, ഒരൊറ്റ ഭൂമിയാണ് എന്ന് സുനിത വില്യംസ് പറയുന്നുണ്ട്. ബഹിരാകാശത്ത് നോക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ഒരു കാര്യവുമില്ല. ഫ്ലൈറ്റിൽ പോകുമ്പോഴും അങ്ങനെയാണ്. ഒരു പർട്ടിക്കുലർ പൊക്കത്തിൽ പോകുമ്പോഴും ഈ മതിലെല്ലാം കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ മതിലുമില്ല, മറ്റൊന്നുമില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിന്താമണ്ഡലം മനുഷ്യർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ഒരു പക്ഷേ ഭാരതം മുന്നോട്ട് വെക്കുന്ന ഈ സനാതന ധർമ്മം തന്നെയാണ്. സത്യവും നീതിയും ന്യായവും സഹകരണവും സഹാനുഭൂതിയും സഹിഷ്ണുതയും ഒക്കെ ഉള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഭാരതം എന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അതിനെ നമുക്ക് സനാതനം എന്നൊക്കെ വിളിക്കാം. ഒരിക്കലും നശിച്ചുകൂടാത്തതോ നശിപ്പിച്ചുകൂടാത്തതോ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആഗോളതലത്തിൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ആത്മീയത പറയുമ്പോഴും ഈ യുദ്ധം കാണാതെ പോകാനാകില്ല. പശ്ചിമേഷ്യ എന്ന് പറയുന്നത് അശാന്തിയുടെ തീരത്താണ്. പശ്ചിമേഷ്യ പുകയുകയാണ്. യാതൊരു കാരണവുമില്ലാത്ത രാജ്യങ്ങൾ, ഇതിൽ ഡയറക്റ്റ് ബന്ധം വരാത്ത രാജ്യങ്ങൾ, അവരെല്ലാം ആക്രമിക്കുകയാണ്. UAE എന്തിനാണ് ആക്രമിക്കുന്നത്? ഇറാൻ. വളരെ വിചിത്രമാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വിചിത്രമായ ലോകത്ത് മനുഷ്യർ എവിടെയാണ് സമാധാനം? 800 കോടി ആളുകൾക്ക് കഴിക്കുന്നതിനും കുടിക്കുന്നതിനും എല്ലാ ആവശ്യത്തിനുമുള്ള വെള്ളത്തിൻ്റെ 14% വെള്ളം കൂടുതൽ വരുന്ന ഈ ഭൂമിയിൽ 200 കോടി ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ല.
250 കോടി ആളുകൾക്ക് സാനിറ്റേഷൻ സൗകര്യങ്ങളില്ല, ദാരിദ്ര്യം, പട്ടിണി, സ്വജനപക്ഷപാതം, സ്വാതന്ത്ര്യമില്ലായ്മ, ഒരു സംഘർഷമല്ലേ ഉള്ളത്? ഒരു ചാവൂസല്ലേ നടക്കുന്നത്? ഇതിനെ മാറ്റി തീർക്കുന്നതിനുള്ള പുതിയ ചിന്തകളും ചിന്താധാരകളും പദ്ധതികളും മാനവരാശി തേടേണ്ടതുണ്ട്. അത് തേടുന്നിടത്താണ് മനുഷ്യർക്ക് നന്മയുടെ പുതിയ തീരങ്ങൾ തേടാൻ കഴിയും. ഇത് തന്നെയാണ് നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലും രാമായണത്തിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലെല്ലാം പറഞ്ഞു വെക്കുന്നത്. ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനോ സത്യം കൊണ്ടുവരുന്നതിനോ ഒന്നുമല്ല ഈ സംഘർഷങ്ങളെല്ലാം ഉണ്ടാകുന്നത്. തൻ്റെ അധികാര സാമ്രാജ്യം വർദ്ധിപ്പിക്കുന്നതിന്, തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്, അധീശത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള പടയോട്ടമാണ് മനുഷ്യർ. പണ്ട് രാജാക്കന്മാർ ചെയ്തിരുന്നതും അത് തന്നെയാണ്. പൊന്നിനും പെണ്ണിനും വസ്തുവിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പടയോട്ടങ്ങൾ നടത്തിയിരുന്നു. ആ കാലം കഴിഞ്ഞു. ഇത് പുതിയ കാലമാണ്, പുതിയ യുഗമാണ്. മനുഷ്യൻ കൂടുതൽ ചിന്താശക്തി വന്നിട്ടുള്ള കാലമാണ്. ഈ കാലത്ത് ഞാനീ പറഞ്ഞതുപോലെ സർവസമഭാവനയാണ് മനുഷ്യർ മുന്നോട്ടെടുക്കേണ്ടുന്ന ചിന്ത. ആ ചിന്തയിലേക്ക് മാറുമ്പോൾ അത് കേവല രാഷ്ട്രീയത്തിന് വേണ്ടി, 4 വോട്ടിന് വേണ്ടി, ആരെങ്കിലും പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതും ഒന്നും കറക്റ്റല്ല. അങ്ങനെ ആരും വോട്ട് ചെയ്യത്തുമില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പുതിയ മാനവരായി വരാൻ നമുക്കെങ്ങനെ കഴിയും എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത്, ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഖമൈനി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഇറാനിൽ വധിക്കപ്പെട്ടപ്പോൾ ആയിരങ്ങളാണ് വിലാപത്തിലേക്ക് പോയത്. പക്ഷേ അതോടൊപ്പം 10,000ങ്ങളാണ് ആനന്ദ നൃത്തമാടുന്നത്, സന്തോഷത്തിലേക്ക് പോകുന്നത്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? കുറേ പേർ ഇത് സന്തോഷിക്കുകയാണ്. UAE പോലുള്ള രാജ്യങ്ങളിൽ ആളുകൾ ബൈറ്റ് കൊടുക്കുകയാണ്. ഓ, അയാൾ മരിച്ചോ, വളരെ നന്നായി. അയാളെ കൊല്ലപ്പെട്ടോ, വളരെ നന്നായി. വധിക്കപ്പെട്ടോ, നന്നായി എന്ന് പറയുന്നു. എന്തിനാണിങ്ങനെ ഭീകരവാദവും തീവ്രവാദവും മതത്തിൻ്റെ വല്ലാത്ത ഒരു ലഹരി പോലെ തലയ്ക്ക് പിടിപ്പിച്ചു കൊണ്ടുവന്ന് മനുഷ്യരെ വീണ്ടും ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? ഇവിടെ സർവതന്ത്ര സ്വതന്ത്രമായി മനുഷ്യർക്ക് ചിന്തിക്കുവാനും അവരുടെ ചിന്താധാരയിൽ പുതിയ ആശയങ്ങളും ആവേശവും കൊണ്ടുവരുന്ന തത്വസംഹിതകളെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മനുഷ്യർ എന്ന് പറയുന്നത്, മനുഷ്യജന്മം എന്ന് പറയുന്നത്, എന്തിനാണ് ഈ മനുഷ്യജന്മം എടുക്കുന്നത് എന്നത് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യണം. അത് മറ്റൊരാളിൻ്റെ തലയെടുക്കുന്നതിനോ മറ്റൊരു രാജ്യത്ത് കയറി യുദ്ധം ചെയ്യുന്നതിനോ ഒന്നുമല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ലോകത്തത് സംഭവിക്കുന്നു. 1947 മുതൽ ഏകദേശം 10-75 വർഷമായി ഈ പശ്ചിമേഷ്യയിൽ അശാന്തിയാണ്, തീ പുകയുകയാണ്. പല പേരിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, PLO, ഹമാസ്, ഇസ്രായേൽ, ഇറാൻ, പിന്നെ കുറേ അറേബ്യൻ രാജ്യങ്ങൾ. ഇത് അവിടെ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ. യൂറോപ്പിൽ ഈ വിഷയങ്ങളില്ലല്ലോ, അവിടെ വേറെ ചില പ്രശ്നങ്ങളാണ്. അമേരിക്കയിൽ ഈ പ്രശ്നം, ഇതെല്ലാം പശ്ചിമേഷ്യയിലാണ് കിടന്നടിക്കുന്നത്. ഒന്ന്, അവിടുത്തെ എണ്ണയാണ് പ്രധാനം. അത് കണ്ണു വെച്ചുകൊണ്ടാണ് എല്ലാവരും ഈ ബഹളം ഉണ്ടാക്കുന്നത്. അവിടുത്തെ ഒരേ മതത്തിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിപ്പിച്ച് അവിടെ അധീശത്വം സ്ഥാപിക്കാൻ പറ്റുമോ എന്നുള്ള ഓരോ രാജ്യങ്ങളുടെയും ആ അധമ്യമായ ഉദാത്തമായ ആഗ്രഹമുണ്ടല്ലോ, അതാണ് ലോകത്തെ ഇന്ന് കീഴ്മേൽ മറിക്കുന്ന യുദ്ധങ്ങളിലേക്ക് പോകുന്നത്. ഇതെന്ന് പറയുമ്പോൾ സോവിയറ്റ് റഷ്യ അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ, ഉക്രൈനിൽ ചെയ്യുന്ന കഥകളും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ചൈനയുടെയും ഇന്ത്യയുടെയും ഇൻഡോ പസഫിക് അതിർത്തിയിൽ നടക്കുന്ന കാര്യങ്ങളും കാണാതെ പോകാനാകില്ല. ബംഗ്ലാദേശിലെ കഥകളും പഹൽഗാം കാര്യങ്ങളുമൊക്കെ മാനവരാശി ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യുന്നിടത്താണ് മനുഷ്യൻ്റെ ആത്മീയതയുടെ പുതിയ തലങ്ങൾ അതിൻ്റെ പവിത്രതയിൽ മുന്നോട്ട് വരുന്നത്.